ഇപ്പം നമ്മൾ കാണുന്നതൊന്നും ഒന്നുമല്ല. കാരണം ഒരാൾക്ക് ഒരു കണക്ക് പോലും എത്ര ആൾ മണ്ണിൻ്റെ അടിയുള്ളത്. കാരണം അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഇവരുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും വീട്ടിലെത്തിയില്ലെങ്കിൽ. പക്ഷേ ഇവരെ ഒരു കണക്കില്ല. ഏകദേശം 25, 30, 50, 100 ഒക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് മണ്ണ് മാറ്റാണ്ട് വലിയ വലിയ ഹിറ്റാച്ചികളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നിൽക്കുകയാണ് മണ്ണ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടിപ്പറുകൾ ഇങ്ങനെ വരി നിൽക്കുന്നുണ്ട്. ആംബുലൻസുകൾ ഇങ്ങനെ വരിക്ക് നിർത്തിയിട്ടുണ്ട്. ഓരോ ആംബുലൻസിൽ ബോഡികൾ ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും ഭയങ്കരമായിട്ടുള്ളൊരു ദുരന്തമാണ്, ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. കാരണം അങ്ങനെ അത്രയും ഉയരത്തിൽ അങ്ങനെ മണ്ണിട്ട് സംഭവം നല്ലൊരു എന്താ പറയുക ഒരു പുരോഗമനത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും കൂടിയിട്ട് ഈ ഒരു മഴക്കാലത്ത് അങ്ങനെ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നതാണ് ഇവിടെ വരുന്ന എല്ലാവരും പറയുന്നത്. ഏതായാലും എന്താ പറയുക ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോസുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് കാണാം ഒരു സെക്കൻഡ് ഒരു അണ്ണുമിണ വ്യത്യാസത്തിനൊക്കെ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ ചൂരൽമല സ്കൂളിൽ അന്ന് ദുരന്തത്തിൽ താമസം പുറത്തുള്ള ആൾക്കാർ അങ്ങോട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട് 10 മിനിറ്റ് ആയിട്ടുള്ള സ്കൂൾ വണ്ടി പാസ് പോയിട്ട് ടീച്ചേഴ്സായിരുന്നു. അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ?